ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പായി ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിനമായ ഇന്ന് പോളിംഗ് ബൂത്തുകൾ സജീവമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും കൊണ്ട് കലുഷിതമായ ബീഹാർ എൻഡിഎ വീഴുമോ അതോ ഇന്ത്യ സഖ്യം വാഴുമോ എന്ന് കണ്ടറിയണം. അതിനിടയിൽ ബി.ജെ.പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് കളിച്ച മറ്റൊരു കളി കൂടി പുറത്തു വരികയുണ്ടായി. മറ്റൊന്നുമല്ല, ആർ.ജെ.ഡിക്കും കോൺഗ്രസിനും വോട്ടുകൾ കൂടുതലുള്ള സ്ഥലത്ത് വൻതോതിൽ വോട്ട് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ദളിത് യാദവ് വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ വോട്ട് റദ്ദാക്കൽ നടന്നിരിക്കുന്നത്. വൻതോതിലാണ് പ്രതിപക്ഷത്തിന് കരുത്തുള്ള സ്ഥലങ്ങളിൽ അവർ വോട്ട് വെട്ടിയെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മിനിറ്റിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കള്ളവോട്ടുകൾ ഇല്ലാതാക്കാനാണ് SAR നടപ്പിലാക്കിയതെന്ന് പറഞ്ഞിട്ടും കള്ളവോട്ടുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ബീഹാറിൽ മരിച്ചു എന്ന് പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് നിരവധി വോട്ടർമാരെയാണ്. രേഖാസഹിതം പരാതി നൽകിയിട്ടും വോട്ട് പുനഃസ്ഥാപിച്ചില്ല എന്ന വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റിയവർ പറയുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിരവധി പേർ വോട്ട് നഷ്ടമായ വിവരം അറിയുന്നത് പോലും. ബീഹാറിലെ ബഹദാപൂർ മണ്ഡലത്തിൽ രാജ്കുമാർ ദേവി എന്ന വയോധികയെ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത്. ആർ.ജെ.ഡി നേതാവിന്റെ മുത്തശ്ശിയുടെ വോട്ട് വെട്ടിമാറ്റി. മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളുമായിട്ട് BLOയെ കുടുംബം സമീപിച്ചതാണ്. എന്നാലും വോട്ടെടുപ്പ് നടക്കാനിരിക്കവേ ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. സമീപ പ്രദേശത്ത് നിരവധി പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ വെട്ടിമാറ്റിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സ്ഥലത്തില്ല എന്നും മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ടാണ് വോട്ടുകൾ വെട്ടിമാറ്റിയത്. ഹരിയാനയിലെ വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെയാണ് പുറത്തുവിട്ടത്. ഹരിയാനയിൽ ബ്രസീലിയൻ മോഡലിന്റേതുൾപ്പെടെയുള്ള വ്യാജ ചിത്രങ്ങളും മേൽവിലാസങ്ങളും ഉപയോഗിച്ചാണ് വോട്ടുകൊള്ള നടന്നത് എന്നും രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വ്യക്തമാക്കി. ഹരിയാനയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ 8-1 വ്യാജമാണ്. ഇത്തരത്തിൽ 25 ലക്ഷം കള്ളവോട്ടുകളാണ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. 3.5 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹരിയാനയിൽ സംഭവിച്ചത് ബീഹാറിലും ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് സത്യമാണെന്ന് തെളിയുന്നതാണ് ഈ അവസാന നിമിഷത്തിലും അറിയുന്നത്. നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും വോട്ടർ പട്ടികയിൽ പേര് വരാത്ത ബീഹാറിൽ നിന്നുള്ള ആളുകളെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നിരുന്നു. തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും നിരവധി പേർക്ക് ഇത്തരത്തിൽ വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.